ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യപ്പെട്ടത് യുവ വായാടി. VS വിരുദ്ധ നീക്കങ്ങൾ തുറന്നെഴുതി പിരപ്പങ്കോട് മുരളി. CPM-നെ വീണ്ടും വെള്ളം കുടിപ്പിക്കുകയാണ് മുൻ CPM നേതാവ് തന്നെ. മലപ്പുറത്ത് VS-നെ തോൽപ്പിക്കാൻ നോക്കി കോഴിക്കോട് ഭരണഘടനാ ഭേദഗതിക്ക് ശ്രമിച്ചു. VS അച്യുതാനന്ദന് നേർക്കുണ്ടായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിൽ സ്ഥിരീകരിച്ച CPM-ന്റെ മുൻ MLA പിരപ്പങ്കോട് മുരളി 2005-ൽ നടന്ന മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ VS-നെ തോൽപ്പിക്കാൻ ശ്രമം നടന്നതടക്കം പാർട്ടിക്കകത്ത് പിണറായി പക്ഷം VS-നെതിരെ നടത്തിയ നീക്കങ്ങൾ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ പിരപ്പങ്കോട് പുസ്തകത്തിൽ വെളിപ്പെടുത്തി. 2012-ലെ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് ആവശ്യപ്പെട്ടെന്ന് പ്രമുഖ മാധ്യമത്തിൽ VS അനുസ്മരണ ലേഖനത്തിൽ പിരപ്പങ്കോട് എഴുതിയത് വിവാദമായിരുന്നു. മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് കള്ളച്ചൂതാണെന്ന് പിരപ്പങ്കോട് പറഞ്ഞു. ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തുവന്നു. സമ്മേളനത്തിൽ VS-നെ തോൽപ്പിക്കാനായിരുന്നു പരിപാടി. എന്നിട്ട് 342 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. പാനലിൽ കടന്നുകൂടി. 14 ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികളെ വാഗ്ദാനങ്ങൾ നൽകി പിണറായി പക്ഷം കാലുമാറ്റിച്ചാണ് VS പക്ഷത്തെ തോൽപ്പിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു. കോഴിക്കോട് 2012-ൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും VS-നെ ഒഴിവാക്കാനായി ഭരണഘടനാ ഭേദഗതിക്ക് വരെ കേരള ഘടകം ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലും പുസ്തകത്തിലുണ്ട്. ഔദ്യോഗിക നേതൃത്വത്തിന്റെ നാടകമായിരുന്നു നടന്നതെന്നും പിരപ്പങ്കോട് പറയുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും VS-നെ നീക്കിയതിനെക്കുറിച്ചുള്ള ഗ്രന്ഥകർത്താവിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ്: ഇത്രയേറെ സങ്കീർണമായ വിഷയത്തിൽ സാവകാശമെടുത്ത് വേണ്ടത്ര പരിശോധന നടത്താതെയാണ് ആരോപണ വിധേയനായ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തുകയും ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട VS-നെ PB-യിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തത്.